Hi traders, welcome back to Market Waves. Nifty, Bank Nifty, Sensex എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി നിഫ്റ്റി തന്നെ പരിശോധിക്കാം. ഇന്നലെ 22,507 എന്ന നിലവാരത്തിൽ ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തത് 22,576 എന്ന ലെവലിൽ ഏകദേശം 70 പോയിന്റോളം പ്ലസ് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. എന്നാൽ ചെറിയ ടൈം ഫ്രെയിമുകൾ പരിശോധിക്കുമ്പോൾ അപ്പോൾ തന്നെ ഓപ്പണായ അവിടെ തന്നെ ഒരു സെല്ലിംഗ് ലഭിച്ച് ഒരു ഡിക്ലൈൻ തന്ന വീണ്ടും ഈ ലെവലിൽ നിന്നും സപ്പോർട്ട് എടുത്ത് ഉയർന്നു വന്നെങ്കിലും ചെറിയ ടൈം ഫ്രെയിമിൽ 1 മിനിറ്റ് 3 മിനിറ്റ് പരിശോധിക്കുമ്പോൾ ഇവിടെ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ തന്നെയാണ് ലഭിക്കുന്നത് എന്ന് ഫീൽ ചെയ്ത ആർക്കും കൃത്യമായും ഡേയ്സ് ഹൈ ഓർ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഒരു സെല്ല് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാവുന്നതായിരുന്നു. കൃത്യമായ ടാർഗറ്റ് വളരെ സ്പീഡിൽ തന്നെ 5 മിനിറ്റിനുള്ളിൽ തന്നെ ലഭിച്ചു എന്ന് വേണം പറയാൻ. എന്നാൽ ഈ ലെവൽ ഓപ്പൺ ആവുമ്പോൾ ഇവിടെ കൃത്യമായും ഒരു റെസിസ്റ്റൻസ് സോൺ ഞാൻ കൃത്യമായി മാർക്ക് ചെയ്തിരുന്നു 78-74 എന്ന ലെവലിൽ. എന്നാൽ ഇന്ന് തന്നിരുന്ന ഉയരം പരമാവധി ഉയരം 77.4 എന്ന ലെവലിലായിരുന്നു. അപ്പോൾ കൃത്യമായും അവിടെ ഒരു സെൽ എടുക്കാൻ ഈ ലെവൽ ഈ സ്റ്റോപ്പ് ലോസ് ഈ റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഇവിടെ ഒരു സെൽ എടുത്തവർക്കും ഏതാണ്ട് ഒരു 40 പോയിന്റിന്റെ മൂവ്മെന്റ് നിഫ്റ്റി ഡിക്ലൈൻ തന്നിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത ഒരു പ്രോഫിറ്റ് അപ്പോൾ തന്നെ അവർക്ക് ലഭിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആ പ്രോഫിറ്റിനെ ബെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഉയർന്നു വരുന്ന ലെവലിൽ നിന്നും വീണ്ടും ചെറിയ ടൈം ഫ്രെയിമുകളെ പരിശോധിക്കുമ്പോൾ ഒരു സെൽ എടുക്കാൻ കഴിയുമായിരുന്നു. അതും എക്സിക്യൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഈ ട്രേഡുകൾ ഞാൻ എടുത്തവയാണ്. അതിനുശേഷം നിങ്ങൾ ഇന്നലത്തെ വീഡിയോ പരിശോധിച്ചാൽ അറിയാം ഈ ലെവലിന് താഴെ ക്ലോസ് ആവുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടായിരിക്കാം. ഡിക്ലൈൻ ലഭിച്ചാലും ഇതിനടിയിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവാൻ ബുദ്ധിമുട്ടായിരിക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഏരിയയിൽ തീർച്ചയായും ഒരു ബൈയിങ് ഏരിയ ആണ് എന്ന് വ്യക്തമായി എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഈ പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ആയി ഉടൻ തന്നെ 1 മിനിറ്റിലോട്ട് അല്ലെങ്കിൽ 3 മിനിറ്റിലോട്ട് ക്യാൻഡിലുകൾ ചേഞ്ച് ചെയ്ത് പരിശോധിക്കുന്നവർക്ക് മനസ്സിലാകും ഇവിടെ ഒരു അപ്വേർഡ് മൂവ്മെന്റ് നൽകുന്നു എന്ന്. അപ്പോൾ ഞാൻ ഈ ഏരിയയിൽ തന്നെ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിയിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് വളരെ വേഗത്തിൽ വീണ്ടും ഒരു ടാർഗറ്റ് ലഭിച്ചു. എന്നാൽ 3 ട്രേഡുകൾ കണ്ടിന്യൂസ് എടുത്തത് കൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. കാരണം ഇതൊരു കൺസോളിഡേഷൻ ഏരിയ ആയി മാറിയേക്കാം എന്ന് ഈ മൂവ്മെന്റുകൾ ഒരു കൺവിക്ഷൻ കാലങ്ങളുടെ പരിചയം കൊണ്ട് എനിക്ക് നന്നായി ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ ട്രേഡിംഗ് പ്ലാനിനനുസരിച്ച് തന്നെ ഇവിടെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തരുന്നു എന്ന ഒരു ഫീലിൽ ഇവിടെ നിന്നും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിയവർക്ക് നിരാശരാകേണ്ടി വന്നില്ല. അഥവാ അവർക്ക് ഒരു നോ ലോസ് നോ ഗെയിൻ എന്ന രീതിയിൽ അഥവാ ഒരു ചെറിയ പ്രോഫിറ്റിൽ എക്സിറ്റ് ആവാൻ കഴിഞ്ഞിട്ടുണ്ടാകേണ്ടതാണ്. എന്നാൽ ഈ 2 ഏരിയകളിൽ എവിടെയെങ്കിലും ബ്രേക്ക് ചെയ്യാതെ ഫർദർ ട്രേഡ് ചെയ്യുന്നില്ല എന്നായിരുന്നു എൻ്റെ തീരുമാനം. ഞാൻ അപ്പോൾ അപ്വേർഡ് ഇതൊരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയപ്പോൾ വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഈ ഏരിയയിൽ നിന്നും ഒരു ട്രേഡ് എടുത്തിരുന്നു. കൃത്യമായും ഈ ലെവൽ തന്നെയാണ് സ്റ്റോപ്പ് ലോസ് നൽകിയിരുന്നത്. അതുകൊണ്ട് ആ ട്രേഡ് വളരെ മനോഹരമായി ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം സംഭവ്യമാണോ എന്ന് നിങ്ങൾ ഒരുപക്ഷെ സംശയിച്ചേക്കാം. എന്നോടൊപ്പം സഹകരിച്ച പോയ ഒരു മാസം ബാക്ക് മുതൽ എന്നോടൊപ്പം സഹകരിച്ച് വന്നിരുന്ന കുറച്ചധികം പേരുണ്ട്. അവരിൽ പലരും ഇന്ന് ട്രേഡ് ചെയ്തിരുന്നു. അവർക്കെല്ലാം ഈ പൊസിഷൻസ് വളരെ കൃത്യമായി ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്ന് അവർ എനിക്ക് സ്ക്രീൻഷോട്ടുകൾ നൽകിക്കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനു പുറമെ കൃത്യമായും എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്ന മാർക്കറ്റ് വേവ്സിലെ ഡെയിലി ട്രേഡിംഗ് പ്ലാൻ വാച്ച് ചെയ്യുകയും ഡയലോഗ് എന്താണ് ഞാൻ പറയുന്നത് എന്ന് ശ്രദ്ധാപൂർവം കേൾക്കുകയും ചെയ്തിട്ടുള്ള അതിനെ തിരിച്ചറിഞ്ഞിട്ടുള്ളവർ പലരും ഇന്ന് പോസിറ്റീവ് ട്രേഡ് ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ എനിക്ക് അയച്ചു തന്നിരുന്നു. ചാനൽ അവർക്ക് സപ്പോർട്ട് ആകുന്നതിനെ കുറിച്ച് ഏറെ സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്തായിരുന്നാലും ചാനൽ മറ്റുള്ളവർക്ക് സഹായകമാകുന്നു എന്നറിയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ആവർത്തനം വിരസമാണ് എന്ന് രേഖപ്പെടുത്തി കണ്ടിരുന്നു കമന്റ് ബോക്സിൽ. എങ്കിലും എൻ്റെ ആവർത്തനത്തെക്കാൾ മാർക്കറ്റ് എപ്പോഴും ആവർത്തിക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് എൻ്റെ ട്രേഡിംഗ് പ്ലാനിലെ ആവർത്തനം ഒരു വിരസതയെ അല്ലാതായി മാറുന്നത്. ശരിക്കും ഈ ആവർത്തനമാണ് കൃത്യമായി പലരുടെയും മനസ്സിലോട്ട് പ്രിന്റ് ആയിട്ടുള്ളത് എന്ന് അവർ എനിക്ക് പേഴ്സണലായി വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ച് സൂചിപ്പിച്ചിരുന്നു.
തീർച്ചയായും ഈ സ്റ്റൈൽ മാറ്റരുത്. ഇത് ഏറെ സഹായകമാണ് എന്നറിയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായിരുന്നാലും നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന സപ്പോർട്ടിന് അതിയായ സന്തോഷം, നന്ദി രേഖപ്പെടുത്തുകയാണ്. തുടർന്നും എനിക്കൊപ്പം ഈ സപ്പോർട്ട് ഉണ്ടാകണമേ എന്ന് ആഗ്രഹിക്കുന്നു. അതിനായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റിനെ അനുസരിച്ച് നാളെ നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കാം എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. 22,630 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ഇന്ന് രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. അതുപോലെ 22,563 എന്ന ലെവലാണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന സപ്പോർട്ടായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല ഒരു റേഞ്ച് ഉള്ളതുകൊണ്ട് 22,581 എന്ന ലെവലിൽ ഞാനൊരു മൈനർ സപ്പോർട്ട് ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നത് എങ്കിൽ പതിവ് പോലെ തന്നെ ഞാൻ പറയുന്നു, റിപ്പീറ്റേഷൻ ആണ്, സഹകരിക്കുക. കാരണം മാർക്കറ്റ് അങ്ങനെ തന്നെയാണ് ബിഹേവ് ചെയ്യുക. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നത് എങ്കിൽ എന്നത് മാത്രമാണ് ഞാൻ രേഖപ്പെടുന്നത്. അങ്ങനെ രേഖപ്പെടുത്തുന്നതിന്റെ കാരണം ഇതൊരു കണ്ടിന്യൂവേഷൻ ആയിരുന്നു മാർക്കറ്റ് എങ്കിൽ എന്നുള്ളതാണ്. ഇതൊരു കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ തീർച്ചയായും ഈ ലെവലിലോട്ട് വന്ന് ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട് വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അത് തന്നെയാണ് ഞാൻ ഇവിടെ പ്രതീക്ഷിക്കുന്നത്. നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ മാത്രം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഈ ഏരിയയിൽ നിന്നും ഒരു അപ്വേർഡ് ഡയറക്ഷനാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയല്ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിലാണ്. അത് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിനു മുകളിൽ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് അപ്വേർഡ് ഡയറക്ഷണൽ പ്രൈസ് മൂവ് ചെയ്തേക്കാം എന്ന് പ്രതീക്ഷിക്കുകയും ടാർഗറ്റ് 22,663, 22,697, 22,710 എന്നീ ലെവലുകൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ഇങ്ങനെ മൂവ് ചെയ്തേക്കാം എന്നാണ് എൻ്റെ പ്രതീക്ഷയെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ പറയുക എന്നല്ലാതെ ഞാൻ എന്താണ് ചെയ്യുക? അതല്ലെങ്കിൽ വെറുതെ ഈ വീഡിയോ ഇതുപോലെ ലെവൽസുകൾ മാത്രം വരച്ചിട്ട് പോസ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം. ഓക്കെ, അതുകൊണ്ട് ഈ റിപ്പീറ്റേഷനെ കുറിച്ച് ദയവായി ആരും ബേജാറടിക്കേണ്ട, സഹകരിക്കുക. ഓക്കെ, ഇനി ഇവിടെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ രാവിലെ നാളെ ഇവിടെ ഓപ്പൺ ആയതിനു ശേഷം ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെയാണ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത്. ഇവിടെ തന്നെ ഓപ്പൺ ആയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയയിലോട്ട് വന്ന് വീണ്ടും ഒരു ബയേഴ്സിനെ കളക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇവിടെ നിന്നും ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അഥവാ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകിയാൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിനും താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ഡിക്ലൈൻ സഞ്ചരിച്ചേക്കാം എന്ന് പ്രതീക്ഷിക്കും. അപ്പോൾ ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ: 22,536, 22,498, 22,474 എന്നിങ്ങനെ. ബാക്കിയുള്ള ലെവലുകളെല്ലാം ഇന്നലെയും വീഡിയോയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് നിങ്ങളുടെയും ചാർട്ടിൽ നിങ്ങൾ ഇതിനെ രേഖപ്പെടുത്തുന്നതാണ് എങ്കിൽ നിങ്ങളുടെയും ചാർട്ടിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് സംഭവിച്ചത്, നമ്മുടെ ലെവൽ എന്തായിരിക്കാം നാളത്തേക്ക് എന്നുള്ളത് പരിശോധിക്കാം. ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ ഒട്ടനവധി പേർ വാട്സപ്പിലൂടെ ഇന്ന് എന്തെങ്കിലും സീറോ ഉണ്ടോ എന്ന് ചോദിച്ച് എന്നോട് നിരന്തരം ചോദിച്ചപ്പോൾ ചിലർക്ക് ഞാൻ ഇത് ഇങ്ങനെയായിരിക്കാം വരുന്നത്, എന്നാൽ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ ഞാനത് ആ ഒരു ലെവൽ നമ്മുടെ വാട്സപ്പ് ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. കൃത്യമായും ഈ ലെവൽ തന്നെയായിരുന്നു ആദ്യത്തെ ടാർഗറ്റായി രേഖപ്പെടുത്തിയിരുന്നത്. അവിടേക്ക് വളരെ കൃത്യമായ ഒരു മൂവ്മെന്റ് ലഭിച്ചിരുന്നു. എന്നാൽ തുടർന്ന് വന്ന മൂവ്മെന്റ് ഈ ലെവലിൽ നിന്നും സപ്പോർട്ട് എടുത്ത് അപ്പോഴ് പോകുന്നതിന് പകരം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്ത് ഞാൻ രേഖപ്പെടുത്തിയിരുന്ന ഈ ലെവൽ, ആക്ച്വലി ഈ ലെവൽ ടെസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. ആ ലെവലിലേക്ക് കൃത്യമായും ഒരു
ഒന്ന് വരികയും അവിടെ നിന്നും നിഫ്റ്റിയിൽ രാവിലെ തന്നതുപോലെ തന്നെ കൃത്യമായ ലെവൽ വന്ന് അപ്വേർഡ് മൂവ് ചെയ്യുകയും ചെയ്തു. പലർക്കും നല്ല പ്രോഫിറ്റ് കിട്ടിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ നാളത്തേക്ക് 47,963 എന്ന ലെവലാണ് ഇന്ന് അവസാനം രേഖപ്പെടുത്തിയ ലെവലാണ് ഞാൻ ആദ്യത്തെ റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ സപ്പോർട്ടായി 47,620. ഇത്രയും റേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ ഈ ലെവൽ അത് അങ്ങനെ തന്നെ നിലനിർത്തുകയാണ്. ആ ലെവലിൽ ഒരു സപ്പോർട്ടായിട്ട് മൈനർ സപ്പോർട്ടായിട്ട് രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നാളെ തരുന്നതെങ്കിൽ ഇവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ ഡേയ്സ് ഹൈ ഓർ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷണൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് താഴെ ആദ്യം ക്ലോസ് ചെയ്യുക, വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിം വന്നു കഴിഞ്ഞാൽ വീണ്ടും ഡിക്ലൈൻ ആണ്, ഈ ലെവലിലേക്ക് വന്നേക്കാം എന്നാണ് പ്രതീക്ഷ. അങ്ങനെ പ്രൈസ് ഡിക്ലൈൻ വരികയാണെങ്കിൽ ലഭിക്കാവുന്ന സപ്പോർട്ട് സോണുകളാണ് തുടർന്ന് താഴെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. അവയെല്ലാം ഇന്നലെ രേഖപ്പെടുത്തിയ അതേ ലെവലുകൾ തന്നെയാണ്, അതിന് കാര്യമായ മാറ്റമില്ല. എന്നാൽ ഈ ഏരിയയിൽ നിന്നും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നിവ അല്പം റേഞ്ചിൽ മൂവ് ചെയ്യുന്ന ഇൻഡെക്സ് ആയതുകൊണ്ട് സാധാരണയായി ഞാൻ ഒരു 15 മിനിറ്റിന്റെ ക്യാൻഡിൽ പാറ്റേണുകളാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം ഏത് ഡയറക്ഷൻ നൽകുന്നു എന്ന് കണക്കാക്കാൻ ഉപയോഗിക്കുക. അത്തരത്തിൽ ഇവിടെ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു അപ്വേർഡ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ എങ്കിലും ക്ലോസ് ആവുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് 1 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയി സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിനു മുകളിൽ ഒരു 5 മിനിറ്റ്, 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്ന ഒരു അഭിപ്രായത്തിൽ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് 48,108, 48,243, 48,303 എന്നിങ്ങനെ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ രേഖപ്പെടുത്തിയ അതേ ലെവലുകൾ തന്നെയാണ് നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തതായി സെൻസെക്സിൽ എന്താണ് നാളത്തെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. 74,071 എന്ന ലെവലാണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന സപ്പോർട്ട് സോണായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 74,363 ആണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റന്റ് സോണായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നത്തെ ഉയരം രേഖപ്പെടുത്താനായി 74,308 എന്ന ലെവലിൽ ഒരു മൈനർ റെസിസ്റ്റൻസ് ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിച്ചതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എങ്കിൽ ഡേയ്സ് ലോ അത് പ്രൈസ് ഓപ്പൺ ആകുന്നത് ഈ ഏരിയയിൽ നിന്ന് നമ്മൾക്ക് അങ്ങനെ ഒരു കൺവിഷൻ ലഭിക്കുന്നത് ഈ ഏരിയയിൽ എവിടെയെങ്കിലും ആണെങ്കിൽ സപ്പോർട്ട് സോൺ വളരെ ദൂരത്താവുകയാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ തന്നെയായിരിക്കും ഞാൻ സ്ട്രിക്റ്റ് ആയി സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുക ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നതിന് വേണ്ടി. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക, അഥവാ ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് 1 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു പ്രൈസ് ആക്ഷൻ പ്രകാരം എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ തുടർന്ന് പ്രൈസ് ഈ ലെവലുകളിലേക്ക് 74,463, 74,557, 74,664 എന്നീ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം എന്ന് പ്രതീക്ഷിക്കും. എന്നാൽ പ്രൈസ് ഈ ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാതെ വീണ്ടും ഡിക്ലൈൻ കിട്ടുമ്പോൾ ഡേയ്സ് ലോ ബ്രേക്ക് ആവുകയാണ് എങ്കിൽ വീണ്ടും കിട്ടുന്ന അപ്പ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ കാണിച്ചാൽ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലാണ്. എന്നാൽ ഇതിന് താഴെ ക്ലോസ് ആയാൽ വീണ്ടും പ്രൈസ് ഡൗൺവേർഡ് പോന്നേക്കാമെന്നാണ് കരുതുക. അങ്ങനെയെങ്കിൽ 73,979, 73,844, 73,759 എന്നിങ്ങനെ ഇവിടെ സ്ക്രീനിൽ കാണുന്ന ലെവലുകൾ സപ്പോർട്ട് സോണുകളായി പ്രവർത്തിച്ചേക്കാം. ഈ ഏരിയയിലും ഭയങ്കര സ്ട്രോങ് ആയ സപ്പോർട്ട് സോണുകളാണ്. അപ്പോൾ കൃത്യമായ ഒരു ഇവാലുവേഷന് ശേഷം മാത്രമേ, അനലൈസേഷന് ശേഷം മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സ്ഥിരമായി കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കളായ മറ്റ് ട്രേഡേഴ്സിനും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക.
ആദ്യമായി സന്ദർശിക്കുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഗുണകരമായി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്കിടയിൽ തന്നെ പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നാളെയും നല്ല മൂവ്മെൻറ്റുകൾ ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.